താമരശ്ശേരി ചുരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പുതിയ കർമ്മസമിതി നിലവിൽ വന്നു. ചുരം ബൈപ്പാസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ചാണ് കർമ്മസമിതി നിലവിൽ വന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, വയനാട് ചുരം സംരക്ഷണ സമിതി ഭാരവാഹികൾ, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ്, വിവിധ സംഘടനകൾ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് ചുരം ബൈപ്പാസ് കർമ്മസമിതി രൂപീകരിച്ചത്. കൽപ്പറ്റ കൈനാട്ടി വ്യാപാര ഭവനിൽ വിവിധ സംഘടനകൾ ചേർന്നാണ് പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയത്. കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും ഗതാഗതക്കുരുക്കുള്ള റോഡുകൾക്ക് നിലവിൽ ബൈപ്പാസുകൾ നിർമ്മിക്കാൻ പുതിയ പദ്ധതിയുണ്ട്. ഇതേ സമയത്ത് തന്നെ ചുരത്തിലും ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. കൽപ്പറ്റയിൽ നിലവിൽ ബൈപ്പാസ് ഉണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുവള്ളിയിലും താമരശ്ശേരിയിലും പുതിയ ബൈപ്പാസിൻ്റെ പ്രപ്പോസലുണ്ട്. പുതിയ ബൈപ്പാസുകൾ വരുന്നുണ്ട്. അപ്പോൾ മുത്തങ്ങ മുതൽ ലക്കിടി വരെയുള്ള ഭാഗങ്ങൾ 30 മീറ്ററിലാണ് ഹൈവേൻ്റെ വികസനം വരുന്നത്. അതോടൊപ്പം തന്നെ അടിവാരം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗവും 30 മീറ്ററായിട്ട് വികസനം വരാൻ പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ വരുന്ന ചുരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം നിലവിലുള്ള റോഡ്, അതായത് ചുരം എന്നാണോ തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള ചുരം റോഡ് അതേ രീതിയിൽ നിലനിൽക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം ഈ ചുരത്തിനും കൂടി ബൈപ്പാസ് അനുവദിക്കണമെന്നുള്ളതാണ്. ചുരത്തിന് ബൈപ്പാസ് എന്ന ആവശ്യമുന്നയിച്ച് സർക്കാരിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നു. ഫലം കാണാതെ വന്നതിനാൽ പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനം. സമരങ്ങളുടെ ഭാഗമായി അടുത്ത മാസം 16 മുതൽ വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സമരജാഥകൾ നടത്തും. ചെയർമാൻ VK ഹുസൈൻകുട്ടിയുടെയും ജനറൽ കൺവീനർ TR ഓമനക്കുട്ടൻ്റെയും നേതൃത്വത്തിലാണ് ബൈപ്പാസിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.